ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണെന്ന്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യാണ്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വിഷസും സ്നേഹമൊക്കെ ഉണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തുടങ്ങുകയാണ്. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ എന്തായിരിക്കും കണ്ടന്റ് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കൊച്ചി മാരിയറ്റിൻ്റെ ഒരു ഇവൻറ്റിന് പോയത്. ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ് അതായിരുന്നു ഇവൻറ്റ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, നമ്മൾ ഡോൺ ബോസ്കോ ഓർഫനേജിൽ പോയിട്ട് അവിടെ നിന്നൊരു 20 കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ഡ്രസ്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരു പാർലറിൽ കൊണ്ടുപോയി. പാർലർ ലെക്സ് ബ്രൗൺ അവിടെ പോയിട്ട് അവർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് അവരെ ഇവൻറ്റിലേക്ക് കൊണ്ടുപോയത്. ഐ വാസ് റിയലി ഹാപ്പി. നല്ലൊരു തോട്ടായിട്ട് തോന്നി. അപ്പം ഞാൻ ഓർത്തുന്ന പിന്നെ ഇതെന്നെ ഫസ്റ്റ് വീഡിയോ ആക്കിയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ കാണാം. ഹായ്, നമ്മളപ്പോൾ ഇന്ന് വാത്സല്യ ഭവനിലേക്ക് പോവാണ്. അവിടെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് അവരൊന്ന് ഗ്രൂം ചെയ്തിട്ട് അതിനെടുത്ത് പറയണം. ഓക്കെ, നമ്മളിന്ന് വാത്സല്യ ഭവനത്തിലേക്ക് പോവാണേ. അവിടെ കുറേ ചേച്ചിമാരുണ്ട്. അവർക്ക് നല്ല സൂപ്പർ ഡ്രസ്സൊക്കെ കൊടുത്ത് ആ ചേച്ചിമാരവിടെ സുന്ദരികളായിട്ട് അവിടെ ഇരിപ്പുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ഒരു പാർലറിലേക്ക് കൊണ്ടുപോയിട്ട്, പറയുമ്പോൾ അങ്ങനെ കഴിക്കരുത്, പാർലറിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് മേക്കപ്പും ഹെയറൊക്കെ ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ സൂപ്പറാക്കി ഒന്നുകൂടെ ഭംഗിയുള്ള ആൾക്കാരൊക്കെ ആക്കി നമ്മൾ വൈകിട്ട് ക്രിസ്മസ് സെലിബ്രേഷന് പോകുന്നു. റെഡിയാണോ? ഇച്ചിരി ഇതൊക്കെ മാറ്റി വെച്ചിട്ടിരിക്കും. ബാ, റെഡിയാണോ എന്ന് പറ. സോറി ഗൈസ്, ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡിയാണ്, ഞങ്ങൾ അങ്ങോട്ട് പോകാം കേട്ടോ. എന്താണത്? ഇപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കുട്ടികളെയൊക്കെ കണ്ടു അല്ലേ? എന്താ ചേച്ചിമാരൊക്കെ കണ്ടില്ലേ അവിടെ പോയിട്ട്? ചേച്ചിമാർ നല്ല സുന്ദരമായിട്ടൊക്കെ ഒരുങ്ങിയൊക്കെയായിരുന്നു. നല്ല ഡ്രസ്സ് ഇട്ടുണ്ടല്ലേ എല്ലാവരും? എന്ത് കളർ ഡ്രസ്സായിരുന്നു? റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ചേച്ചിമാർ അവിടെ ഒരുങ്ങിയൊക്കെയാണ്.
അപ്പോൾ ഞങ്ങളിത് ചേച്ചിമാരെ കുറച്ചുകൂടെ സുന്ദരികളാക്കാൻ അല്ലേ, നല്ല ഹെയർഡും നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഞങ്ങളൊരു പാർലറിലേക്ക് പോവാണ്, ലക്സിലേക്ക് പോവാണ്. അരുന്തിക്ക് ഒരുങ്ങണോ അരുന്ധതി? ഓക്കെ, ഒരുങ്ങാട്ടോ. ഓക്കെ, അപ്പം ഞങ്ങൾ അവിടെ എല്ലാവരുമായിട്ട് അവിടെ പോവാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആര് ഹാപ്പി ആയിട്ടിരിക്കുന്നു? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? ആ ചേച്ചിമാര് നല്ല ഹാപ്പി ആയിരുന്നു. നമ്മള് മാത്രം സാഡായിരിക്കുന്നു. ആരാ സാഡായിട്ടിരിക്കുന്നത്? ഞാൻ സാഡല്ല. സാഡാണോ? എല്ലാരും ഹാപ്പി, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. ഞങ്ങളിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മീര മാക്സ് അക്കാഡമിയിൽ വന്നിട്ടാണ്. മീര ഇപ്പോൾ ഇവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ റെഡി ആവാണ്. ഹെയറിന് ഹെൽപ്പ് ചെയ്യും. ഇവിടെ അരുന്ധതിക്ക് ഗംഭീരമായിട്ടുള്ള മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണെഴുതാൻ കുട്ടി സമ്മതിക്കുന്നില്ല. അരുന്ധി മുഖം കാണിച്ച് റെഡി ആയോ? കണ്ണെഴുതണ്ട? എന്നാ വേണ്ട, കുഴപ്പമില്ല, വേണ്ട, അതല്ലേ വേണ്ട വേണ്ട, ഇത് മതി ഇല്ല. ഓക്കെ ആയോ? നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ, ഇവിടെ നോക്കേ. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്. ആണോ? ആയോ അരുന്ധതി? ഉറക്ക വരുന്നുണ്ടോ? അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഒരുപാട് സന്തോഷം. I just wanted to say it's such a lovely thought now. ആക്ച്വലി എനിക്ക് ചിന്നു ഇവിടുത്തെ ഉണ്ടായില്ല, പിന്നെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ലവ്ലി തോട്ട് പറഞ്ഞപ്പോൾ ഐ സെഡ് യെസ്. ഞാൻ ചോദിച്ചു എനിക്കൊന്ന് കവർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ടു ബി ഓണസ്റ്റ്, ഐ വാസ് പ്ലാനിങ് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. ഞാൻ അതുകൂടെ പറയാമല്ലോ. സോ ഐ വാസ് തിങ്കിങ് ഒരു നല്ലൊരു തോട്ടിന് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ചിന്നു എന്ന് പറഞ്ഞാൽ റിയലി സോ ഹാപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ, ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ ഇൻട്രാക്ട് ഒക്കെ ചെയ്തപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു, പക്ഷേ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് അരുന്ധതി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.